ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്ര പെട്ടെന്നാണ് ഒരു ക്രിസ്മസ് കൂടി അടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് എന്ന കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുക്കുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ മുതിർന്നവരെക്കാൾ കൂടുതലായിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല കുടുംബങ്ങളിലും നക്ഷത്രം തൂക്കുന്നതും പുൽക്കൂട് കെട്ടുന്നതും എല്ലാം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മാതാപിതാക്കൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് മക്കളോട് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങനെ ആയിരിക്കണം, വീട് ഇങ്ങനെ അലങ്കരിക്കണം, ക്രിസ്മസിൻ്റെ ദിവസം ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്ന ഭക്ഷണം കഴിക്കണം എന്നെല്ലാം കുട്ടികൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് പലപ്പോഴും മാതാപിതാക്കൾ അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയും അവരാവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കൊച്ചിയിലുള്ള എല്ലാവർക്കും ബിഷപ്സ് ഹൗസിലേക്കാണ് ഏറ്റവും ആദ്യം ഒരു ചിന്ത വരുന്നത്. അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഈ കുറച്ച് വർഷങ്ങളിലായിട്ട്. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ക്രിസ്മസിൻ്റെ ആദ്യത്തെ ആഘോഷം തുടങ്ങുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. 1500കളിൽ അവർ വന്നു. ആ സമയത്താണ് ഇവിടെ ക്രിസ്മസിൻ്റെ ആദ്യ ആഘോഷങ്ങളൊക്കെ നടക്കുക. ഇന്നും ഈ പോർച്ചുഗീസുകാർ പണിത ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് ബിഷപ്സ് ഹൗസായിട്ട് ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവരെത്തിയത് 1500കളിൽ ഒരു ഡിസംബർ 24-ാം തീയതി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. പിറ്റേ ദിവസം ക്രിസ്മസ്. അവരെല്ലാവരും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടാണ് അവരുടെ സാന്നിധ്യം പ്രകടിപ്പിച്ചത് എന്നുള്ളൊരു ചരിത്രം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടക്കം കൊച്ചിയിലാണ് എന്ന രീതിയിലുള്ള ഒരു വിശ്വാസവും ഒരു പാരമ്പര്യവും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്നും കൊച്ചിക്കാർ വളരെ ആഘോഷപൂർവ്വം ഒന്നിനും ഒരു കുറവില്ലാതെ അത് പോർച്ചുഗീസുകാർ തുടങ്ങി വെച്ചത് എന്തൊക്കെയാണോ അത് ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പപ്പാഞ്ഞി എന്നുള്ളൊരു സങ്കല്പത്തെ എല്ലാവർക്കും കേട്ടറിവുള്ളതാണ്. ഡിസംബർ 31 പപ്പാഞ്ഞി കത്തിക്കലൊക്കെ ഇവിടെ വളരെ എല്ലാവരും ഒത്തിരിയേറെ പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആ ഒരു ആഘോഷത്തിൽ കൂടി പങ്കുചേരാനായിട്ട് വരാറുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചുകുട്ടികളാണ് മുതിർന്നവർക്ക് പോലും അല്പം ഊർജം പകർന്നുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് കാരണമാകുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രിസ്മസ് ആഘോഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ ആർക്കുള്ളതാണെന്നും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കർത്താവ് രാജാവായിട്ട് വരും എന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തന്നെയും കർത്താവ് എത്തിച്ചേരുന്നത് നമ്മളെക്കാൾ ഏറ്റവും ലളിതമായിട്ടുള്ള, അല്ലെങ്കിൽ രാജാവ് എന്ന സങ്കല്പത്തിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു പുൽക്കൂട്ടിൽ പിറക്കുവാനാണ് അവിടെ നിന്ന് ആഗ്രഹിച്ചത്. പൂജരാജാക്കന്മാർ വരെ രാജാവ് എന്ന ആ ഒരു സങ്കല്പത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഹെറോദ്യസിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുക. കാരണം യഹൂദരുടെ രാജാവ് എന്നുള്ള ആ പഴയ നിയമ ആ പ്രവചനമെല്ലാം പൂർത്തീകരിക്കേണ്ടത് രാജാവാണെങ്കിൽ തീർച്ചയായിട്ടും രാജകൊട്ടാരത്തിലാണ് പിറക്കേണ്ടത്. അവർക്ക് പോലും തെറ്റിപ്പോയി. എന്നാൽ വളരെ ലളിതമായിട്ട് എളിമയോടെ ഒരു പുൽക്കൂട്ടിൽ പറക്കുവാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിച്ചു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ മഹത്വം എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എവിടെയാണോ ഇത്തിരി വിട്ടുവീഴ്ച, ഇത്തിരി എളിമ, ഇത്തിരി കാരുണ്യം, അതിനേക്കാൾ ഉപരി അർഹതയില്ലെങ്കിലും സ്നേഹിക്കുവാനായിട്ടുള്ള നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നത്, അവിടെയാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുക. ഓരോ ക്രിസ്മസും നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ എത്ര വലിയ വീടാണെങ്കിലും, എത്ര സമ്പാദ്യമുള്ളവരാണെങ്കിലും, എത്ര ഉയർച്ചയിലും അതുപോലെ തന്നെ സമൂഹത്തിൽ എത്ര നിലയിൽ നിൽക്കുന്നവരാണെങ്കിലും, നമ്മൾ കെട്ടേണ്ട പുൽക്കൂടെന്നുള്ളത് യഥാർത്ഥത്തിൽ പുൽക്കൂട് തന്നെയാണ്. അത് കർത്താവ് ജനിച്ചത് ഒരിക്കലും നമുക്കൊരു കോൺക്രീറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീട്ടിലല്ല. നമ്മൾ കർത്താവിനെ കുറിച്ച് ചിന്തിച്ച് പുൽക്കൂടെന്ന് പറയുമ്പോൾ ആ പുൽക്കൂട് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഉയർന്നവനാണെങ്കിലും താഴ്ന്നവനാണെങ്കിലും ചിന്തിക്കേണ്ടത്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ കെട്ടിപ്പോകുന്നത് ഒരു പുൽക്കൂടാണ്, ഒരു കാലിത്തൊഴുത്താണ്. അപ്പോൾ അത്രത്തോളം തന്നെ നമ്മുടെ ചിന്താഗതിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം വന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തെയും കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
പണ്ട് ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി ഇതുപോലെ തന്നെ ക്രിസ്മസ് അടുത്തപ്പോൾ ഒരു പുൽക്കൂട് കെട്ടുവാനായിട്ട് ശ്രമിച്ചു. അവൻ്റെ കയ്യിൽ കിട്ടിയ ബേസ്ബോർഡും അതുപോലെ തന്നെ കടലാസും എല്ലാം വെച്ച് അവൻ്റെതായ രീതിയിൽ അവനൊരു പുൽക്കൂട് വെച്ചു. അതിനുള്ളിൽ യൗസപിതാവിനെയും മാതാവിനെയും ഉണ്ണിയെയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മാലാഖമാരെയും എല്ലാം വെച്ചു. മാതാപിതാക്കളെ വിളിച്ച് അതിനെ കാണുവാനായിട്ട് അവരെ വിളിച്ചു. ആ സമയത്ത് മാതാപിതാക്കൾ വന്നപ്പോൾ ഇത് വളരെ ചെറുതാണ്, അവൻ വെച്ചിരിക്കുന്ന സ്ഥലം വളരെ താഴെയാണ്, ഉള്ളിൽ ഉണ്ണിയെ കാണണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവൻ കൂളായിട്ട് മുട്ടുകുത്തി നോക്കുമ്പോഴേ ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കൾക്ക് മുട്ടുകുത്താൻ വിഷമം, കുമ്പിടാൻ വിഷമം, ഉണ്ണിയെ കണ്ടെത്താനായിട്ടുള്ള വിഷമം. അവർ പറഞ്ഞു, മോനെ ഇതിങ്ങനെ ചെയ്താൽ ആര് കാണും? ആ കുട്ടി പറഞ്ഞൊരു വാക്ക് ഇതാണ്, എൻ്റെ ഉണ്ണിയെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തണം, നിങ്ങൾ തല കുനിക്കണം. ആ ഒരു ചെറിയ വാതിലിലൂടെ അകത്തിരിക്കുന്ന യൗസപിതാവിനെയും മാതാവിനെയും ഉണ്ണിയെയും കാണണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി നിങ്ങളൊന്ന് കൂനി അല്ലെങ്കിൽ മുട്ടുകുത്തി അത് ശിരസ് താഴത്തേക്ക് നമിച്ചുകൊണ്ട് കാണുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ണിയെ കാണാം. ആ കൊച്ചുകുട്ടിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് യഥാർത്ഥ ഉണ്ണിയെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അല്പം മുട്ടുകുത്തണം, അല്പമൊന്ന് തല കുനിക്കണം, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ വിളിച്ചെങ്കിലും ദൈവത്തിന് മുമ്പിലെങ്കിലും അവരോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയണം, വിട്ടുവീഴ്ച ചെയ്യണം. അതുപോലെ തന്നെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം, എന്നാലും ചേർത്ത് പിടിക്കണം. എവിടെയെല്ലാം ദൈവത്തെ പ്രതി നമ്മളൊന്ന് വിട്ടുകൊടുക്കാനും എളിമപ്പെടാനും ഒന്ന് തല കുനിക്കാനും ശ്രമിക്കുന്നുവോ അതൊന്നും നമുക്ക് നഷ്ടപ്പെടുകയല്ല, മറിച്ച് അതെല്ലാം ദൈവത്തിന് മുമ്പിലുള്ള നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകും. നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവം നമ്മൾ ഉയർത്തുക എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു ക്രിസ്മസോടുകൂടി എല്ലാ രീതിയിലും കുടുംബത്തിലുള്ള വ്യക്തികളുടെ മുമ്പിൽ ആദ്യമേ, കാരണം കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ഉണ്ണി പിറക്കിയുള്ള കുടുംബത്തിൽ ആ സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ വീടിന് പുറത്തുള്ള വ്യക്തികളെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും കൂടെ ചേർക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിലില്ലാത്തത് ഒരിക്കലും നമുക്ക് പുറത്തു പോയി കൊടുക്കാനായിട്ട് ഉണ്ടാകില്ല. അങ്ങനെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം അഭിനയമായിരിക്കും എന്നുള്ളതാണ് പല ജീവിതങ്ങളും നമുക്ക് തെളിയിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്കുള്ളത് കുടുംബാംഗങ്ങൾക്ക് പരസ്പരം നൽകാം. സ്നേഹമായിക്കോട്ടെ, കരുതലായിക്കോട്ടെ, കരുണയായിക്കോട്ടെ, അതിനേക്കാൾ ഉപരി ചേർത്ത് പിടിക്കലായിക്കോട്ടെ. കുടുംബത്തിൽ ശീലിച്ചിട്ടുള്ള നല്ല ശീലങ്ങൾ അതുമായി നമുക്ക് പുറത്തു പോയാൽ ഒരിക്കലും നമുക്കൊരു പരാജയം ഉണ്ടാകില്ല. അത് ഉണ്ണിയേശു തന്നെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും എന്തൊക്കെ ആ ഉണ്ണിക്ക് നൽകിയോ അതിലും കൂടുതലാണ് ഉണ്ണിയുടെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കാണുക. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കള് നല്ലത് പഠിച്ച് നല്ലത് ശീലിച്ച് അവർ പുറത്തു പോകട്ടെ. ആ മക്കളെക്കുറിച്ച് എന്നും നല്ലതേ നമുക്ക് കേൾക്കാൻ ഇടവരുത്തുകയുള്ളൂ. ആ മക്കള് ഒരു പുതിയ വർഷം നമുക്ക് ജനിക്കുകയാണ്. ആ പുതിയ വർഷത്തിലേക്ക് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. ഒരു പുതിയ വർഷം നമ്മുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും നല്ലൊരു വർഷമാകട്ടെ, സമാധാനം നിറഞ്ഞതാകട്ടെ, കരുണ നിറഞ്ഞതാകട്ടെ, കരുതലിൻ്റെ ആകട്ടെ, അതിനേക്കാൾ ഉപരി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ലൊരു വർഷമായിട്ട് മാറട്ടെ. കേരളത്തിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ ശ്രമിക്കുന്ന എല്ലാ മലയാളികൾക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു പുതുവർഷവും ഞാൻ ആശംസിക്കുന്നു. നന്ദി.